CPM പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. ദേശീയതലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് കേരളത്തിൽ മൂന്നാം ഭരണം അനിവാര്യമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യ സഖ്യത്തെ നിർജീവമാക്കിയത് കോൺഗ്രസ് ആണെന്ന് റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ത്രിപുരയിലും ബംഗാളിലും പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ല. അധികാരത്തിൽ തിരിച്ചുവരാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലുണ്ട്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി ആർ സുനിൽ, ഇന്നിപ്പോൾ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവലോകന റിപ്പോർട്ടിൽ കേരളത്തിൽ ഒരു മൂന്നാം ഭരണം ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്ന് വിലയിരുത്തുന്നു. അതേസമയം ത്രിപുരയിലും ബംഗാളിലുമൊന്നും പാർട്ടി ഒലിച്ചു പോയിട്ടില്ല എന്നാണോ അവലോകന റിപ്പോർട്ടിൽ പറയുന്നതും ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാകുന്നതും? അരുൺ, മധുരയിലെ തമുക്കം ഗ്രൗണ്ടിൽ CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാർ എനിക്ക് പുറകിൽ തുടരുകയാണ്. ഏതായാലും ഇന്നത്തെ സമ്മേളന നടപടികൾ അവസാനിച്ചിരിക്കുന്നു. രാവിലെ ആവേശകരമായ തുടക്കമായിരുന്നു CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം CPIM ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓരോ സംസ്ഥാനങ്ങളിലെയും പാർട്ടിയുടെ സാഹചര്യങ്ങൾ വിശദമായി അവലോകനം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിലാണ് കേരളത്തിൽ മൂന്നാം ഭരണം പാർട്ടിയെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്ന് CPIM ചൂണ്ടിക്കാണിക്കുന്നത്. അതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. കേരളത്തിൽ മൂന്നാം ഭരണം കിട്ടുക എന്നത് രാജ്യത്ത് പാർട്ടിയുടെ വളർച്ചയിൽ വളരെ നിർണായകമാണ് എന്ന് പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. ഏതായാലും ഇതിനായുള്ള കേരളത്തിലെ പരിശ്രമങ്ങൾക്ക് കേരള ഘടകത്തിന് എല്ലാ പിന്തുണയും പാർട്ടിയുടെ ദേശീയ ഘടകം നൽകുന്നുവെന്നും പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാണിച്ചു. ഏതായാലും നാളെയും മറ്റന്നാളും ഈ അവലോകന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയായിരിക്കും. മറ്റന്നാൾ വൈകിട്ട് പ്രകാശ് കാരാട്ട് ഈ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയും. അതിനുശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുക. മുതിർന്ന PB അംഗം രാഘവലു ആയിരിക്കും സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. ഏതായാലും സംഘടനാ റിപ്പോർട്ടിൽ വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. പാർട്ടി വലിയ തകർച്ചയിലേക്ക് പോകുന്നുവെന്ന് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ മാത്രമാണ് CPIMന് കരുത്തുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ തന്നെ പാർട്ടി വലിയ തകർച്ചയിലേക്ക് പോകുന്നു. ഈ നിലയിൽ മുന്നോട്ട് പോകാനാകില്ല. പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം വലിയ വിഭാഗീയതയുണ്ടാക്കുന്നു. സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങിയ പ്രവണതകൾ കൂടി പാർട്ടിയിൽ കാണുന്നുവെന്ന് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും മറ്റന്നാൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് 5-ാം തീയതി സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരിക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിക്ക് ശേഷം പിന്നെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ്, പുതിയ ജനറൽ സെക്രട്ടറി ആരെന്ന തീരുമാനം. ഏതായാലും വളരെ നിർണായകമായ ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും CPIM പോവുകയാണ്. ഏതായാലും ദേശീയ തലത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക, രാഷ്ട്രീയമായി ശക്തിപ്പെടുക, ഇതൊക്കെയാണ് 24ാം പാർട്ടി കോൺഗ്രസ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതിന്റെ നിർണായകമായ ചർച്ചകൾ പാർട്ടി കോൺഗ്രസിൽ തുടരുകയാണ്. താങ്ക് യു പി ആർ സുനിലും റിപ്പോർട്ടിന്റെ വാർത്താ സംഘവും തമുക്കം മൈതാനത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സമഗ്ര കവറേജാണ് പാർട്ടി കോൺഗ്രസിനായി റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.